അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം ഉള്ളത് ശഅബാൻ മാസത്തിലാണ്. നമ്മുടെ മക്കളുള്ളത് പരീക്ഷയോട് അടുത്തിരിക്കുന്ന സമയത്താണ്. നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ ബുദ്ധി കുറഞ്ഞ ആളുകളുണ്ട്, പഠിച്ചത് മറന്നു പോകുന്നവരുണ്ട്. അവർക്ക് പരീക്ഷയിൽ ജയിക്കണം, പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, എന്താണൊരു പ്രതിവിധി എന്ന് ചിന്തിക്കുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ആ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ഞാൻ ഇവിടെ ഒരു കാര്യം പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫലം ഉറപ്പായും ലഭിക്കും. ഇതിന് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവാക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യണം. ചെയ്യുന്നത് നല്ല ദിവസത്തിലായിരിക്കുക. പ്രത്യേകിച്ച് ഈ ശഅബാൻ മാസത്തിലായതുകൊണ്ട് ഞാൻ പറയുന്നു, കഴിയുമെങ്കിൽ ബറാഅത്തിന്റെ ദിവസം സുന്നത്ത് നോമ്പ് നോറ്റ് അന്ന് സുബഹി നിസ്കരിച്ച ഉടനെ ചെയ്യുക, അല്ലെങ്കിൽ ബറാഅത്ത് രാവിലെ ചെയ്യുക. മറ്റ് നല്ല ദിവസങ്ങളുണ്ട്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തിങ്കളാഴ്ച രാവുണ്ട്, വെള്ളിയാഴ്ച രാവുണ്ട്. ഈ ബറാഅത്ത് മാസമായതുകൊണ്ട് ഈ സമയം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ സമയത്ത് ഞാൻ പറയുന്ന കാര്യം അതേപോലെ നിങ്ങൾ ചെയ്താൽ മക്കളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും അവർ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. എന്താണെന്നറിയാൻ കുട്ടികൾക്കും താല്പര്യമുണ്ട്, രക്ഷിതാക്കൾക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടിക്കൊണ്ടു പോകാതെ ആ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി സുബഹി നിസ്കരിച്ചിട്ടാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഒരു 11 33 വട്ടം സ്വലാത്ത് ചൊല്ലുക. അതിൻ്റെ ശേഷം നല്ല തേൻ, ശുദ്ധമായ തേൻ അല്പം എടുക്കുക. ഒരു 11 ദിവസം കുടിക്കാനുള്ള രൂപത്തിൽ, 11 ദിവസം 1 സ്പൂൺ വീതം കുടിക്കാനുള്ള രൂപത്തിൽ അല്പം തേൻ എടുത്തു വെക്കുക. അതെടുത്ത് വെച്ചതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 313 വട്ടം അതിലേക്ക് മന്ത്രിച്ചു കൊടുക്കുക. അത് മന്ത്രിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ തേനിലേക്ക് മന്ത്രിക്കുക. അങ്ങനെ 313 വട്ടവും ബിസ്മി ചൊല്ലുകയും 313 വട്ടം മന്ത്രിക്കുകയും ചെയ്യുക. ആ തേൻ മന്ത്രം കഴിഞ്ഞതിന് ശേഷം വീണ്ടും 33 വട്ടം അല്ലെങ്കിൽ 11 വട്ടം സ്വലാത്ത് ചൊല്ലിയിട്ട് വെക്കുക. ഈ ഫസ്റ്റത്തതും ലാസ്റ്റത്തതും സ്വലാത്ത് മന്ത്രിക്കാനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങുക, സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുക, അത്രയേ ഉള്ളൂ. മന്ത്രിക്കാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മാത്രമാണ്. ശേഷം എങ്ങനെയാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്? സൂര്യോദയത്തിന് മുമ്പായി വെറും വയറ്റിൽ മക്കൾക്ക് 1 സ്പൂണ് കുടിക്കാൻ കൊടുക്കുക. ആത്മാർത്ഥമായി നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്ക് ബുദ്ധി വർദ്ധിക്കും, പഠിച്ചത് ഓർമ്മയിൽ നിൽക്കും. അതോടൊപ്പം കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം, സൂറത്തു അലം നശ്റഹ് സൂറത്ത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 3 വട്ടം ഓതലിനെ പതിവാക്കുക. അതും ബുദ്ധി വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു തആല നല്ല ബുദ്ധി നൽകുമാറാവട്ടെ, പരീക്ഷയിൽ ഉന്നത വിജയം നൽകുമാറാവട്ടെ. പരീക്ഷയിൽ വിജയിക്കാനുള്ള ചില ദിക്റുകൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോയിൽ പറയാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.